വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിയൽ ഫ്ലെക്സ് വോയിസ് ഓവേഴ്സ്. പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. പലപ്പോഴും ആ കഥകളിൽ അടുത്തത് എന്താണെന്ന് ഗസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഒരിക്കൽ പോലും ഇമാജിൻ കൂടി ചെയ്യാൻ പറ്റാത്ത ഒരു വെറൈറ്റി കോൺസെപ്റ്റിൽ ഇറങ്ങിയ ഒരു നല്ല തമിഴ് മൂവിയാണ്. 2016 പുറത്തിറങ്ങിയ സീറോ എന്ന ചിത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചിത്രം തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഭൂമി ഉണ്ടായത്, പ്രകൃതി ഉണ്ടായത്, ദൈവം ആദത്തെയും ഹവ്വയെയും ഉണ്ടാക്കിയത്, വിലക്കപ്പെട്ട കനി അവരെ കൊണ്ട് ഒരു സാത്താൻ കഴിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്, അതുമൂലം ദൈവം അവരെ ശപിച്ച് ഭൂമിയിൽ അയച്ചത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. നെക്സ്റ്റ് സീനിൽ തന്നെ നമ്മുടെ മൂവിയുടെ ഹീറോയെ കാണിക്കുന്നു, ബാല. അന്നാളുടെ വിവാഹമാണ്. വിവാഹശേഷം അവരൊരു ഫ്ലാറ്റിനകത്തോട്ടാണ് താമസിക്കാൻ പോകുന്നത്. എന്താന്ന് വെച്ചാല് ഹീറോയുടെ വിവാഹം അവന്റെ പാരന്റ്സിന്റെ എതിർപ്പോടെയാണ്. എന്നാൽ ഹീറോയിനായിട്ടുള്ള പ്രിയയ്ക്ക് അമ്മയും അച്ഛനും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. അങ്ങനെ അവർ ആ ഫ്ലാറ്റിനകത്ത് പോകുമ്പോൾ തൊട്ടടുത്ത ഫ്ലാറ്റിലെ ഒരു ആന്റിയുമായി വന്ന ദിവസം തന്നെ വളരെയധികം ക്ലോസ് ആകുവാണ്. വളരെ മനോഹരമായ ഒരു പാട്ടിലൂടെ അവരുടെ ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതം അങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അടുത്ത സീനിൽ ബാലയും പ്രിയയും ഒരു ഷോപ്പിൽ അങ്ങനെ നിൽക്കുന്ന നേരം ഒരു കന്നഡക്കാരൻ തനിയെ നിന്ന് സംസാരിക്കുവാണ്. അത് കാണുന്ന ബാല വിചാരിക്കുന്നത് ആൾക്ക് ഭ്രാന്താണെന്നാണ്. ഒരു നല്ല സോഷ്യൽ വർക്കറായ അവനാവട്ടെ നേരെ ആളുടെ അടുത്ത് ചെന്ന് ചിറ്റപ്പാന്ന് വിളിച്ച് സംസാരിക്കുവാണ്. എന്തിനാന്ന് വെച്ചാല് തഞ്ചത്തിൽ സംസാരിച്ച് എങ്ങനെയെങ്കിലും അയാളെ മെന്റൽ ഹോസ്പിറ്റലാക്കാമെന്നാണ് ഹീറോ വിചാരിക്കുന്നത്. എന്നാൽ ആ കന്നഡക്കാരൻ ഹീറോ വിചാരിച്ചൊരു കക്ഷിയായിരുന്നില്ല. അയാൾക്ക് ആത്മാക്കളെ നേരിട്ട് കാണാനുള്ള ഒരു ശക്തിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോ മനസ്സിൽ അയാളെ കുറിച്ച് വിചാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ അയാൾ ഞൊടിയിടയിൽ അവനോട് തന്നെ തിരിച്ചു പറയുവാണ്. അത് കേട്ട് അവനൊന്ന് ഞെട്ടുന്നുണ്ട്. അന്നേരം തന്നെ അയാൾ പറയുന്നത് തൊട്ടപ്പുറത്ത് തന്നെ മരിച്ചുപോയ ഭാര്യയുണ്ടെന്നാണെന്ന്. എന്നാൽ ഇത് കേട്ടതോടുകൂടെ ഹീറോ കൺഫേം ആക്കുവാണ് അയാൾക്ക് മുഴുത്ത വട്ടാണെന്ന്. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവരെങ്ങനെ പുറത്തോട്ട് പോകുന്ന നേരം സെക്യൂരിറ്റി ഹീറോയെ തടയുന്നു. എന്താന്ന് വെച്ചാൽ അവിടെ വെച്ചിരിക്കുന്ന ചെക്കിംഗ് മെഷീനിൽ ബീപ്പ് ശബ്ദം വരുന്നുണ്ട്. അവര് രണ്ടാളെയും പരിശോധിക്കുവാണ്. എന്നാൽ പ്രിയയുടെ ബാഗിൽ നിന്നും ഒരു പിങ്ക് ലിപ്സ്റ്റിക് അന്നേരം കിട്ടുന്നുണ്ട്. എന്നാൽ അത് കണ്ട ഹീറോയിനാവട്ടെ അത് താൻ മോഷ്ടിച്ചതല്ലെന്ന് പറയുന്നുണ്ട്. ബാഗിൽ അതെങ്ങനെ വന്നെന്ന് അറിയില്ല എന്നും പറയുവാണ്. ഇപ്പോൾ വന്ന് കള്ളന്മാരൊക്കെ നന്നായി ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ് വരുന്നതെന്ന് ആ സെക്യൂരിറ്റി ഹീറോയോട് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അന്നേരം പ്രിയയുടെ മുഖം ആകെ ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുക്കുന്നു. നീ എന്നെ കള്ളി എന്ന് വിളിക്കുന്നു എന്നവള് പറഞ്ഞ് കയ്യിലെ ക്യാഷ് മുഴുവൻ അയാളുടെ മുഖത്തോട്ട് വലിച്ചെറിഞ്ഞു കൊടുക്കുവാണ്. ഒപ്പം തന്നെ അവളുടെ വായിൽ നിന്നും അന്നേരം വരുന്നത് ഒത്തിരി ചീത്ത തെറികളായിരുന്നു. അത് കേട്ട് എല്ലാവരും പ്രിയയെ തന്നെ ഉറ്റുനോക്കുന്നു. ഹീറോ വല്ലാതെ അപ്സെറ്റ് ആകുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നും പോകുവാണ്. വീട്ടിലെത്തിയപ്പോൾ അവിടെ ഹീറോയുടെ അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പുറത്തെ ആന്റിയുടെ വീട്ടിലിരിക്കുവാണ്. മകനെ കണ്ട സന്തോഷത്തിൽ ആ അച്ഛൻ അവനുമായി ഒരുപാട് നേരം സംസാരിക്കുവാണ്. പ്രിയയെ മീറ്റ് ചെയ്യാന്ന് അവൻ പറയുന്ന നേരം അയാൾ അത് വേണ്ടാന്ന് പറയുവാണ്. അതേസമയം തന്നെ ഹീറോയിന്റെ അടുത്തേക്ക് ആ ആന്റി പോകുന്നു. എന്നിട്ട് അച്ഛനുമായിട്ടൊന്നും വന്ന് സംസാരിക്കായിരുന്നില്ലേ എന്ന് അവളോട് ചോദിക്കുവാണ്. എന്നാൽ അവളാവട്ടെ ഒരുപാട് ദേഷ്യത്തിൽ പറ്റില്ല എന്ന് പറയുന്നു. എന്നാൽ ആ ദേഷ്യം കണ്ട ആകെ വിഷമിച്ച ആ ആന്റി ആവട്ടെ അവളോട് പറയുവാണ്, മകൻ US പോയ ശേഷം ഒറ്റയ്ക്കായിരുന്നു ഞാന്. ഇപ്പൊ നിങ്ങൾ വന്നപ്പോ നിന്നെ എന്റെ സ്വന്തം മകളായിട്ടാണ് ഞാൻ കരുതുന്നതെന്ന് പറയുന്നു. അത് കേട്ട് അവൾക്കും വിഷമം തോന്നുന്നുണ്ട്. അതേസമയം തന്നെ വീണ്ടും ഹീറോയെയും അച്ഛനെയും കാണിക്കുന്നു. അന്നേരം ആ അച്ഛൻ അവനോട് പറയുവാണ്, നിന്റെ വൈഫിനെ പറ്റി ഞാൻ ഒരുപാട് അന്വേഷിച്ചു. അവളുടെ അമ്മയ്ക്ക് സംഭവിച്ചതുപോലെ നാളെ അവൾക്ക് പറ്റിയാലോ എന്ന് വേദനയോടെ അയാൾ ചോദിക്കുവാണ്. എന്നാൽ ഹീറോ അതൊന്നും കേൾക്കുന്നില്ല. അക്കാര്യം എന്താന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അവിടെ സീൻ കട്ട് ചെയ്താൽ പ്രിയ തന്റെ അമ്മയെ പറ്റി ആ ആന്റിയോട് പറയുവാണ്. അവൾക്ക് അമ്മയെ ഓർമ്മ പോലുമില്ല. എന്നാൽ എന്തെങ്കിലും തന്റെ മകള് വായിക്കുമെന്ന് കരുതി അവരെഴുതി വെച്ച കുറച്ച് കത്തുകളും ഡയറിയുമാണ് അവൾക്ക് അമ്മയെ പറ്റിയുള്ള ഏക ഓർമ്മ. അമ്മയും അച്ഛനും ലവ് മാരേജ് ആയിരുന്നു. ഗർഭിണിയായതിനു ശേഷം ആ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കാനായിട്ട് തുടങ്ങി. അവൾക്ക് മാത്രം ചില രൂപങ്ങൾ കാണുന്നു, ശബ്ദങ്ങൾ കേൾക്കുന്നു, അങ്ങനെയെല്ലാം ഉണ്ടാകാൻ തുടങ്ങി. ഒടുവിൽ ഒരു മുഴുവൻ ഭ്രാന്തിയായി. വയറ്റിലുള്ള കുഞ്ഞാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് ഒരുപാട് പേര് അന്നേരം പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഭ്രാന്തോടുകൂടി തന്നെ ആ അമ്മ മകളെ പ്രസവിച്ചു. ആ പ്രസവത്തിൽ അമ്മ മരിച്ചു. പിന്നീട് ഹീറോയിൻ ഒരു ഹോമിലാണ് വളർന്നത്. ഇതെല്ലാം പറഞ്ഞു തീർത്ത ശേഷം പ്രിയ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ജനിച്ചത് തന്നെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പോലെ ഗർഭപാത്രത്തിന് പൂർണ്ണമായൊരു വളർച്ചയില്ല. അതായത് ഹീറോയിൻ ഒരിക്കലും അമ്മയാകാൻ കഴിയില്ല. ആ സത്യം ബാലയ്ക്കും അറിയാമത്രേ. ഇതൊക്കെ കേട്ട ആ ആന്റി അവളെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുവാണ്. അന്ന് രാത്രിയായി. കിടക്കുന്ന നേരം അച്ഛനോട് സംസാരിക്കാതിരുന്നതിന് പ്രിയ ഹീറോയോട് സോറി പറയുന്നു. അന്ന് കടയിൽ നടന്ന സംഭവം അവൾക്ക് അറിയാതെ പറ്റിയതാണെന്നും പറയുന്നു. എന്നാൽ ഹീറോ അതൊന്നും കാര്യമാക്കുന്നില്ല. അന്ന് രാത്രി തന്നെ പ്രിയ ഒരു സ്വപ്നം കാണുന്നുണ്ട്.
ഒരു മുറിയിൽ അവളുടെ അമ്മ ഇരിക്കുന്നു. അത് കണ്ട അവൾ അങ്ങോട്ട് പോകുവാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അമ്മ അവളെ അടുത്തിരുത്തി എന്തു പറ്റി വിഷമത്തിലാണല്ലോ എന്ന് ചോദിക്കുവാണ്. എന്നെ എല്ലാവരും കള്ളി എന്ന് വിളിക്കുന്നു എന്ന് അവൾ പറയുന്നു. അത് കേട്ട അമ്മയാവട്ടെ നീ ശരിക്കും കട്ടതല്ലേ അത് എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുവാണ്. അന്നേരം അവൾ പറയുവാണ് അത് കണ്ടപാടെ എടുക്കണമെന്ന് തോന്നി. ഉള്ളിലൊരു കറണ്ട് പോയ പോലെ അപ്പൊ തന്നെ അത് എടുത്തു നിന്ന് പറയുവാണ്. ഞാൻ നിന്നെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാമെന്ന് ആ അമ്മ പറയുന്ന നേരം ആ ഡയറിയിൽ എഴുതിയ സ്ഥലമാണോ എന്ന് അവൾ ചോദിക്കുന്നു. അതേന്നും പറഞ്ഞ് ആ അമ്മ അവളെയും കൂട്ടി അങ്ങോട്ട് തന്നെ പോകുവാണ്. കണ്ണു മൂടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ അവള് ആ പുകയുടെ പുറകെ പോകുന്നതാണ് കാണിക്കുന്നത്. അവരവിടെ എത്തുന്നു, ഒരു ഇമാജിനറി പ്ലേസ്. എന്നാൽ റിയാലിറ്റിയിൽ അവൾ പുറത്തോട്ടാണ് നടന്നു പോകുന്നത്. എന്നാൽ ആ സ്വപ്ന ലോകത്തുള്ള അവളോട് ആ അമ്മ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ സ്ഥലത്ത് ഒരുപാട് ആളുകളെ കാണുന്നു. കണ്ണെല്ലാം വെള്ള നിറത്തിലായിട്ടുള്ള ആളുകൾ. ജീവിതത്തിൽ കൊടും ക്രൂരതകളും പീഡനങ്ങളും അനുഭവിച്ചവരാണ് ഇവിടെ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുന്നതെന്ന് അവർ പറഞ്ഞു കൊടുക്കുവാണ്. എന്നാൽ റിയാലിറ്റിയിലാവട്ടെ ഹീറോയിൻ പുറത്തോട്ട് തന്നെ സ്വപ്നത്തിൽ എന്ന പോലെ നടന്നു പോകുവാണ്. അങ്ങനെ തന്നെ അവൾ തിരികെ വീട്ടിലും എത്തുന്നുണ്ട്. അടുത്ത ദിവസം ഹീറോയിൻ കിച്ചണിൽ പാത്രങ്ങളൊക്കെ കഴുകി ടേബിളിൽ അങ്ങനെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുവാണ്. തലേന്ന് നടന്ന കാര്യങ്ങളൊക്കെ സ്വപ്നമാണോ അതോ റിയാലിറ്റി ആണോ എന്ന് തിരിച്ചറിയാതെ അക്കാര്യമെല്ലാം ഹീറോയോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ചായയും എടുത്ത് ഹീറോയ്ക്ക് കൊടുക്കാനായിട്ട് റൂമിലോട്ട് വരുവാണ്. എന്നാൽ ഹീറോ അന്നേരം പോത്ത് പോലെ കിടന്നുറങ്ങുമായിരുന്നു. അവൾ പറഞ്ഞ കാര്യമൊന്നും കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദേഷ്യം പിടിച്ച് ചായയും കൊടുത്ത് അവൾ താഴോട്ട് പോകുവാണ്. കിച്ചണിൽ ചെന്ന് കുക്കിംഗ് ചെയ്യുന്ന നേരം അടുക്കി വെച്ചിരിക്കുന്ന ആ പാത്രങ്ങളെല്ലാം തന്നെ താനെ താഴെ വീഴുന്നു. അത് കേട്ട ഹീറോ ആവട്ടെ ഉറക്കത്തിൽ ഇങ്ങനെയൊന്നും ഡിസ്റ്റർബ് ചെയ്യലടോ, ഇന്നലെ തന്നെ ഉറക്കം ശരിയായിട്ടില്ല എന്നൊക്കെ പറയുവാണ്. എന്നാൽ അത് കേൾക്കുന്ന അവളാവട്ടെ ഞാനൊന്നും ചെയ്തില്ല, അത് താനെ വീണതാണെന്ന് പറഞ്ഞ് എല്ലാം വീണ്ടും അടുക്കി പെറുക്കി വെക്കുവാണ്. എന്നാൽ തിരിച്ചു വന്ന പാടെ വീണ്ടും അത് താഴെ വീഴുന്നു. അത് കേട്ട ഹീറോ വീണ്ടും കടുപ്പായിട്ട് അവളെ വഴക്ക് പറയുന്നുണ്ട്. എന്നാൽ മൂന്നാമതും അത് തന്നെ സംഭവിക്കുന്നു. ഇപ്രാവശ്യം ഹീറോയുടെ ശബ്ദം കേൾക്കുന്നില്ല. എന്തു പറ്റിയെന്ന് അവൾക്കാകെ സംശയം തോന്നി അങ്ങോട്ട് ചെന്ന് ഹീറോയോട് നീ എന്തെങ്കിലും കേട്ടിരുന്നോ എന്ന് ചോദിക്കുവാണ്. എന്നാൽ അന്നേരം നോ റിപ്ലൈ. അതായത് അതുവരെ നടന്ന കാര്യങ്ങളൊന്നും ഹീറോ കേട്ടിട്ടില്ല എന്ന് തന്നെ. അത് കണ്ട് അവൾ ഒരുപാട് പേടിക്കുന്നു. അവളുടെ അമ്മയ്ക്കും മുൻപ് എങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരുന്നത്. ആരും കേൾക്കാത്ത ശബ്ദങ്ങൾ അവൾ മാത്രം കേട്ടിരുന്നു. അതായത് ഹീറോയിനും അവളുടെ അമ്മയുടെ ആ പ്രശ്നം വന്നതുപോലെയാണോ എന്ന് നമുക്ക് സംശയം തോന്നും. എന്തൊക്കെയോ ആലോചിച്ച് അവൾ അങ്ങനെ പേടിച്ച് വിറച്ചു നിൽക്കുന്ന നേരം അവിടേക്ക് ആ ആന്റി വരുവാണ്. എന്തു പറ്റി മോളെ എന്നും ചോദിക്കുന്നു. അന്നേരം ആന്റി വന്നത് എന്തിനാണെന്ന് അവള് ചോദിക്കുവാണ്. തന്റെ മീനിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് ആൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് കേട്ട ഹീറോയിൻ ആവട്ടെ ഒരു ബന്ധവുമില്ലാതെ അത് ചത്തോ സോറി എന്നൊക്കെയാണ് പറയുന്നത്. പെട്ടെന്ന് അവളുടെ കയ്യിൽ ഒരു നിറം കാണുവാണ്, ഒരു പിങ്ക് നിറം. അതാ ലിപ്സ്റ്റിക്കിൻ്റെതാണ്. എന്നാൽ അന്നത്തെ ആ ദിവസം ആ ലിപ്സ്റ്റിക് അവിടെ ഇട്ടിട്ടാണ് വന്നത്. അവൾ വേഗം ചെന്ന് അവളുടെ ബാഗിൽ നോക്കുമ്പോൾ ആ ലിപ്സ്റ്റിക്കിനൊപ്പം ആ മീൻ അവിടെ ചത്തു കിടക്കുന്നതാണ് കാണുന്നത്. താൻ ഓമനിച്ച് വളർത്തിയ ആ മീൻ ചത്തത് കണ്ട് അതിനെ പിടിച്ചോണ്ട് ആ ആന്റി തിരികെ പോകുന്ന നേരം അത് ചെയ്തത് താനല്ലാന്ന് അവൾ പറയാതെ പറയുന്നുണ്ടായിരുന്നു. ആകെ അപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ അടുത്ത ദിവസം അവൾ നേരെ അമ്പലത്തിൽ പോയിരിക്കുവാണ്. അന്നേരം അവിടെ എത്തിയ ഹീറോ അവളെ പിക്ക് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ അപ്പോഴും അവൾ അങ്ങനെ മുഖം കടുപ്പിച്ച് തന്നെ നിപ്പാണ്. എന്നാൽ ഓൺ ദ വേ കാറിന്റെ ബ്രേക്ക് പോകുന്നു. നോക്കുമ്പോൾ അവളെ ഒന്ന് കൂളാക്കാനായിട്ട് ഹീറോ ഒപ്പിച്ച പണിയാണ്. അങ്ങനെ ഹാപ്പി ആയിട്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് രണ്ടാളും റൂമിലെത്തുമ്പോൾ പ്രിയ വീടിന്റെ ഒരു കോർണറിൽ തന്നെ പേടിച്ചു നോക്കി നിൽക്കുവാണ്. നമുക്ക് വേഗം ഈ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകണമെന്ന് ഹീറോയോട് പറയുവാണ്. എന്താന്ന് വെച്ചാൽ അവിടെ അവളൊരു വെള്ള വലിയ നാഗത്തെ കാണുവാണ്. പക്ഷേ ഹീറോ വന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നിനെയും കാണാൻ പറ്റുന്നില്ല. അന്നേരം അവളാവട്ടെ നീ എന്നെ മാത്രം പറ്റിച്ച പോരല്ലോ, ഞാൻ തിരിച്ചും പറ്റിക്കണ്ടെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞതാണെന്ന് പറയുവാണ്. എന്നാൽ അവൾ നോക്കുമ്പോൾ അപ്പോഴും ആ വലിയ പാമ്പ് അവിടെ തന്നെ ചുരുണ്ടു കിടക്കുന്നുണ്ടായിരുന്നു. കഥയുടെ തുടക്കത്തിൽ സാത്താനാണെന്ന് പറഞ്ഞ് നമുക്ക് കാണിച്ചു തന്ന അതേ പാമ്പ് തന്നെയാണത്. അന്നേരം പെട്ടെന്ന് അത് വലിയ പത്തി വിരിച്ച് അവൾക്ക് നേരെ വരുവാണ്. എന്നാൽ പെട്ടെന്ന് ഒന്നും ചെയ്യാതെ തന്നെ അവളുടെ കാലിന് മുകളിലൂടെ പുറത്തോട്ട് അത് ഇഴഞ്ഞു പോകുന്നു. അന്നേരം അവിടെ വന്ന ഹീറോ ആവട്ടെ അവളെ സമാധാനിപ്പിക്കാനായിട്ട് എനിക്കും ആ പാമ്പിനെ ആ മൂലയ്ക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയുവാണ്. എന്നാൽ അപ്പോഴേക്കും ആ പാമ്പ് പുറത്തേട്ടെത്തിയിരുന്നു. അന്നേരം അവൾ ആ സ്വപ്നലോകത്ത് അവളുടെ അമ്മയെ കാണുവാണ്. അവളുടെ അമ്മയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു അത്രേ. അവരും പലതും കണ്ടിരുന്നു. അത് പറഞ്ഞാൽ സ്വന്തം ഭർത്താവ് പോലും വിശ്വസിച്ചില്ല. എന്നാൽ ബാല അങ്ങനെയല്ല എന്നവള് ആ അമ്മയോട് പറയുവാണ്. എന്നാൽ റിയാലിറ്റിയിൽ അന്നേരം ഹീറോ അവളുടെ കൈ പിടിച്ചു നിൽക്കുവാണ്. കഴിഞ്ഞ ദിവസത്തെ പോലെ ആ സ്വപ്നം കൊണ്ട് അവൾ പുറത്തോട്ട് പോകുമായിരുന്നു.
അന്നേരം തന്നെ പെട്ടെന്ന് അവൾക്ക് ബോധം വരുന്നു. എന്നെ വിട്ടു പോകില്ലല്ലോ എന്ന് ഒരു പതറിച്ചയോടെ അവൾ ഹീറോയോട് ചോദിച്ച നേരം ഒരു കീ എടുത്ത് അവന്റെ കയ്യിലോട്ട് വെച്ചു കൊടുക്കുവാണ്. ഫ്ലാറ്റിലെ സ്റ്റോർ റൂമിലെ ഒരു കബോർഡിന്റെ കീ ആണത്. അവനത് തുറന്നു നോക്കുമ്പോൾ അതിനകത്തു നിന്നും ഒരുപാട് സാധനങ്ങൾ വീഴുവാണ്. എല്ലാത്തിനും പിങ്ക് നിറം, അതിൽ ആ ലിപ്സ്റ്റിക്കും ഉണ്ട്. അന്നേരമാണ് അവൾ പറയുന്നത് ഈ കളറിൽ എന്ത് കണ്ടാലും അവൾ അറിയാതെ അവൾ അത് എടുക്കുവാണെന്ന്. കുറെയായി ഒരുപാട് ചീത്ത സ്വപ്നങ്ങൾ കാണുന്നു. കണ്ണു തുറന്നാൽ ചിലപ്പോൾ വേറൊരു ലോകത്തിലാകും. ആ സമയം എന്താണ് റിയാലിറ്റി ഏതാണ് സ്വപ്നമെന്ന് മനസ്സിലാവുകയേയില്ല. അന്നത്തെ ദിവസം ആ പാമ്പിനെ ഞാൻ ശരിക്കും അവിടെ കണ്ടതാണ്. എന്താണ് ഇങ്ങനെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവൾ ഒരുപാടേറെ കരയുന്നു. എന്നാൽ ഹീറോ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളെ ഹഗ് ചെയ്ത് അവരാദ്യം കണ്ടുമുട്ടിയ ദിവസത്തെ പറ്റി തന്നെ പറയുവാണ്. ഒരു ദിവസം കാർമേഘം കൂടി മഴ പെയ്യാൻ നിൽക്കുന്ന നേരം ആ കാറ്റത്ത് എന്തോ മേല് വന്ന് വീണ സമയത്ത് അന്നവൻ തിരിഞ്ഞു നോക്കിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെ കണ്ടുമുട്ടുമായിരുന്നില്ല. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന പോലെ, ഒരുപാട് മുന്നേ അറിയാവുന്നത് പോലെ ഒരു തോന്നൽ. നിനക്കും അങ്ങനെ തന്നെ തോന്നണേ എന്നായിരുന്നു ആ നേരത്തെ പ്രാർത്ഥന. അതേസമയം നീ എന്നെ കണ്ടുവന്ന് നേരിട്ട് സംസാരിച്ചു. ഒരുപാട് തേടി നടന്ന എന്തോ ഒന്ന് കിട്ടിയതുപോലെയാണ് ആ സമയം തോന്നിയത്. ആ നിമിഷം ഞാൻ തീരുമാനിച്ചതാണ് നിന്നെ എൻ്റെ കൈയിനുള്ളിൽ വെച്ച് തന്നെ നോക്കണമെന്ന്. അങ്ങനെ ഹീറോ അത് പറഞ്ഞു തീർക്കുന്ന നേരം അവൾ അതെല്ലാം കേട്ട് ഒത്തിരി അധികം സന്തോഷിക്കുന്നു. അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഹീറോയിൻ വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങുവാണ്. അന്നേരം അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഇലക്ട്രിക്കൽ ഐറ്റംസും താനെ വർക്കാവുന്നു. അവൾ അന്നേരം ആ മെയിൻ സ്വിച്ച് പോയി ഓഫ് ആക്കുവാണ്. എന്നാലും കാത് തുളയ്ക്കുന്ന ഒരു പ്രത്യേക തരം ശബ്ദം അവൾക്ക് കേട്ടുകൊണ്ടേയിരിക്കുന്നു. അത് കേട്ട് കേട്ട് അവസാനം ഒരു ഭ്രാന്തിയെ പോലെ സ്വയം കുത്താനായി ഒരു കത്രിക എടുക്കുന്നതും എല്ലാ ശബ്ദങ്ങളും പെട്ടെന്ന് തന്നെ നിൽക്കുവാണ്. ഇവിടെ നിനക്ക് ആരുമില്ല, അമ്മയുടെ അടുത്തേക്ക് വരുമെന്ന് അമ്മയുടെ ശബ്ദം അവളെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ജനലിനപ്പുറം വേറൊരു ലോകമുണ്ട്, ഇങ്ങോട്ട് വരുമെന്ന് കേട്ടതും അതിൽ മയങ്ങി അവൾ അങ്ങനെ മതിമറന്ന് നടന്നു പോകുവാണ്. പെട്ടെന്ന് അവളുടെ താലിമാലയിൽ അവളുടെ കാല് ചവിട്ടുവാണ്. എന്നാൽ അതെടുത്ത് നോക്കിയ നേരം ഹീറോയുടെ സ്നേഹം അവൾക്ക് ഓർമ്മ വരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വരില്ല എന്ന് പറയുന്നു. എന്നാൽ പെട്ടെന്ന് ആ ജനലിനപ്പുറം ഒരു വലിയ കണ്ണ് അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഹിപ്നോട്ടൈസ് ആയ പോലെ അവൾ അത് തന്നെ നോക്കുന്ന നേരം കറക്റ്റ് ടൈമിൽ ഹീറോ അവിടെ എത്തി അവളെ ടേക്ക് കെയർ ചെയ്യുവാണ്. അന്നേരം ഒരു കോളിംഗ് ബെൽ ശബ്ദം കേൾക്കുന്നു. അത് കേട്ട ഹീറോ ആകെ വല്ലാതെ ആകുന്നുണ്ട്. അവൻ ചോദിച്ചാൽ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയണമെന്ന് പറഞ്ഞ് ഹീറോ പോയി ഒരിടത്ത് ഒളിക്കുവാണ്. എന്നാൽ അവൾക്കതൊന്നും കണ്ട് ഒന്നും മനസ്സിലാകുന്നില്ല. അവൾ നേരെ ചെന്ന് കതക് തുറന്നു നോക്കുമ്പോൾ വന്നിരിക്കുന്നത് ഹീറോ തന്നെയാണ്. അപ്പോൾ അകത്തുള്ളതാരാണ്? അവൾക്കാകെ തലയ്ക്ക് വട്ടായ പോലെ തോന്നുവാണ്. പെട്ടെന്ന് പുറകിലായി ബ്ലൂ ഡ്രസ്സിൽ വീണ്ടും ഒരു ഹീറോ വരുന്നു. അതുപോലെ മൂന്നാളെയും കണ്ട് അവളാകെ പേടിക്കുന്ന നേരം ദേ വരുന്നു അടുത്ത ആളും. അവൾക്ക് എല്ലാം കണ്ട് ആകെ ടെൻഷൻ ആകുന്നുണ്ട്. പെട്ടെന്ന് ഒറിജിനൽ ആയിട്ടുള്ള ഹീറോ അങ്ങോട്ട് കടന്നു വന്നതും ബാക്കി 4 ആൾക്കാരും ആ സോഫയ്ക്ക് പുറകിലായിട്ട് ഒളിക്കുവാണ്. അതെല്ലാം കണ്ട് അവൾ അപ്പോൾ തന്നെ ബോധം കെടുന്നു. ബോധം തെളിഞ്ഞാൽ ഹീറോയെ കെട്ടിപ്പിടിച്ച് എന്നെ വിട്ട് പോകലെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ കരയുവാണ്. അന്നേരം അവളുടെ ഫോൺ ഒന്ന് റിങ് ചെയ്യുന്നു. അവളെ എടുക്കാൻ കൂട്ടാക്കുന്നില്ല. എന്നാൽ ഹീറോ ആവട്ടെ അത് സാരില്ല, നീ ഒന്ന് എടുത്തു നോക്കെന്ന് പറയുവാണ്. അങ്ങനെ അവൾ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ അത് അവളുടെ ഹസ്ബൻഡാണ്. അപ്പോഴാണ് തന്റെ മുന്നിലിരിക്കുന്നതും അവളെ പീഡിപ്പിക്കാനായി വന്ന ആളാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. പെട്ടെന്ന് അവിടെ വന്ന ആ 4 ആളുകളും അവളെ ചുറ്റും കൂടി അവളെ ഉപദ്രവിക്കാനായിട്ട് നോക്കുവാണ്. പണ്ട് അവൾ ഹീറോയോട് പറഞ്ഞ ഓരോ ഡയലോഗുകളും അവരെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്നേരം കിട്ടിയ കത്തിയെടുത്ത് അവൾ ഓരോരുത്തരെയും കുത്തുവാണ്. എന്നാൽ അവസാനം അവിടേക്ക് ശരിക്കുള്ള ഹീറോ അങ്ങോട്ട് അകത്തോട്ട് വന്നതും അവൾ ആ കത്തി കൊണ്ട് ഹീറോയെ കുത്തുവാണ്. എന്നെ തൊടാൻ ആർക്കും പറ്റില്ല എന്നും പറയുന്നു. എന്നാൽ വേദന കൊണ്ട് കരഞ്ഞ് പ്രിയ എന്ന് അവൻ ഉറക്കി വിളിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ബാലയായിരുന്നെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. അടുത്ത സീനിൽ ആ കന്നഡക്കാരെയാണ് കാണിക്കുന്നത്. ആത്മാക്കളെ കാണാനുള്ള കഴിവുണ്ടായത് കൊണ്ട് തന്നെ അയാൾ ഒരു വീട്ടിൽ ചെന്ന് അവിടെയുള്ള ഒരു ആത്മാവെ കണ്ടുപിടിക്കാനായിട്ട് പോകുവാണ്. ഏതൊരു വസ്തു തൊട്ടാലും അത് തൊട്ടു നോക്കി അത് എന്താണെന്ന് അറിയാനും അതിന് പിന്നിലുള്ള കാര്യങ്ങൾ അറിയാനും അയാൾക്ക് പ്രത്യേക ഒരു കഴിവുണ്ടായിരുന്നു. എന്നാൽ ആ വീട്ടിലെ ഹസ്ബൻഡിന് അതത്ര പിടിക്കുന്നില്ല. കാര്യം ആ ഭാര്യയാണ് അയാളെ അങ്ങോട്ട് കൊണ്ടുവന്നത്. അന്നേരം ആ ഭാര്യ അകത്തു പോയ പാടെ അയാൾ ആ ഹസ്ബൻഡിനോട് പറയുവാണ്, വീട്ടിൽ ഭാര്യയില്ലാത്ത സമയത്ത് നിങ്ങൾ ഓഫീസിലെ ചില പെണ്ണുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലേ എന്ന്. വീട്ടിൽ പ്രേതമുണ്ട്, ഒഴിപ്പിക്കണമെന്ന് ആളുടെ ഭാര്യ പറഞ്ഞത് അവിടെ കണ്ട മോതിരവും മുടിയും കണ്ടിട്ടാണ്. എന്നാൽ അതെല്ലാം ആ ഭർത്താവിന്റെ കയ്യിലിരിപ്പാണെന്ന് ആ കന്നഡക്കാരൻ നിമിഷ നേരം കൊണ്ട് കണ്ടെത്തി പറയുവാണ്. സോ അതായിരുന്നു അയാളുടെ കഴിവ്. അത് കേട്ട് ആ ഹസ്ബൻഡ് ഞെട്ടിപ്പോകുവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് പ്രിയയാണ്. അവളാവട്ടെ അവളുടെ അമ്മയ്ക്കൊപ്പം ആ ലോകത്താണ്. ബാലയെ മറന്ന് ആ ലോകത്ത് തന്നെ ജീവിക്കാമെന്ന് അവൾ അങ്ങനെ ഉറപ്പ് കൊടുക്കുവാണ്. അന്നേരം അവളുടെ കണ്ണുകൾ പെട്ടെന്ന് വെള്ള നിറമായി മാറുന്നു. അവിടെയുള്ള മറ്റുള്ള
മറ്റുള്ള ആളുകളുടെ പോലെ തന്നെ. അങ്ങനെ നീണ്ട 3 മാസങ്ങൾ കഴിഞ്ഞു കാണിക്കുമ്പോൾ ഹീറോയിനോട് ഡോക്ടർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് കാണിക്കുന്നത്. കാരണം അവൾക്കൊരു സൈക്യാട്രിസ്റ്റിന്റെ ആവശ്യമുണ്ടെന്ന് കരുതി അവളൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിരിക്കുവാണ്. എന്നാൽ ഒരു ഉത്തരവും കൊടുക്കാതെ അവൾ പ്രതിമ കണക്ക് അങ്ങനെ നിൽക്കുന്നു. അതെല്ലാം പുറത്തുനിന്ന് ഹീറോയും അച്ഛനും കാണുന്നുണ്ട്. അന്നേരം ഹീറോയോട് ഇപ്പോഴും അവളെ വേണമെന്ന് ആള് ചോദിക്കുന്ന നേരം അവനാവട്ടെ അച്ഛനോട് പറയുവാണ്, അവളില്ലെങ്കിൽ പിന്നെ ഞാനും ജീവിച്ചിട്ട് കാര്യമില്ലെന്ന്. കുറച്ചു കഴിഞ്ഞ് ഹീറോയും അച്ഛനും അവിടുന്ന് പോയ നേരം ഡോക്ടർ അങ്ങനെ അവളൊരു റൂമിലാക്കി ആ ട്രാൻസ്പാരന്റ് ഗ്ലാസ് വഴി ആളെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് ഹീറോയിൻ ആ ഹോസ്പിറ്റൽ റൂമിനകത്തുള്ള പിങ്ക് വെളിച്ചത്തെ കണ്ട് അട്രാക്റ്റഡ് ആയി ചുവരിലൂടെ കയറി മുകളിലോട്ട് പോകുന്നു. ഇതൊക്കെ കണ്ട ആ ഡോക്ടർ അത് കണ്ട് ആകെ പേടിക്കുവാണ്. ഒരു പല്ലി കണക്ക് ആ പിങ്ക് വെളിച്ചത്ത് ആസ്വദിച്ച് ആ ബൾബ് അവൾ ഊരിയെടുക്കുന്നു. എന്നാൽ ഹീറോ വന്ന് നോക്കുമ്പോൾ അവൾ ആ പഴയ സ്ഥലത്ത് തന്നെ ആ ബൾബും പിടിച്ചോണ്ട് നിൽക്കുവാണ്. ഡോക്ടർ നടന്നതെല്ലാം അവനോട് പറയുന്നുണ്ട്. അവസാനം ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നുകൂടെ ആ ഡോക്ടർ പറയുന്നത് കേട്ട അയാളാവട്ടെ അവളെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. അവരങ്ങനെ തിരിച്ച് കാറിൽ പോകുന്ന നേരം പെട്ടെന്ന് കാറിന്റെ കൺട്രോൾ വിട്ട് ആക്സിഡന്റ് ആകുന്നു. അവിടേക്ക് അന്നേരം ഹീറോയുടെ അച്ഛനും വരുന്നുണ്ട്. ആ കാറ് മകന്റെയാണെന്ന് അയാൾ തിരിച്ചറിയുന്നു. കാറ് പൊളിച്ച് ആളെ പുറത്തെടുക്കുന്ന നേരം പെട്ടെന്ന് അവിടെ വന്ന ആ കണ്ണടക്കാരനാവട്ടെ ആ കാറിലോട്ടൊന്ന് നോക്കി ആ അച്ഛന്റെ പുറകിൽ വന്ന് പറയുവാണ്, നിങ്ങളുടെ മകൻ മരിച്ചിട്ടില്ലെന്ന്. കാരണം അയാൾക്ക് കുറെ കാര്യങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കാനുള്ള ഒരു പവർ ഉണ്ടല്ലോ. നെക്സ്റ്റ് സീനിൽ പ്രിയയാണ് കാണിക്കുന്നത്. അവളെ കണ്ട് നായകളൊക്കെ കുരയ്ക്കുവാണ്. കുറച്ചു സമയം കഴിഞ്ഞ് ആ കണ്ണടക്കാരനെയാണ് കാണിക്കുന്നത്. അയാൾ തന്റെ വൈഫിന്റെ ആത്മാവിനോട് സംസാരിക്കുവാണ്. ഇന്നൊരു സ്ഥലത്ത് വെച്ച് ഒരുപാട് നായ്ക്കൾ ചത്തതെല്ലാം കണ്ടു. എന്നാൽ അതിനെ ഒന്നിനെയും തൊട്ടിട്ടും എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല. അന്നേരം ആകാശം പിങ്ക് നിറമായി. എന്നാൽ പെട്ടെന്ന് തന്നെ അത് നോർമലാവുകയും ചെയ്തു. എന്നാൽ എന്തോ ഒരു ചീത്ത കാര്യം നടക്കാൻ പോകുന്നെന്ന് അയാൾക്ക് തോന്നുന്നുണ്ടെന്ന് ഭാര്യയോട് പറയുവാണ്. അതുവഴി വന്ന ഒരു ഫാദർ ആവട്ടെ ആളെ കണ്ടിട്ട് നിങ്ങൾ വൈഫുമായി സംസാരിക്കുകയാണല്ലേ എന്ന് കാഷ്വലായിട്ട് ചോദിക്കുവാണ്. അതായത് അയാൾക്ക് റിയൽ ആയിട്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരു കഴിവുണ്ടെന്ന് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് സീനിൽ ഹോസ്പിറ്റലിലേക്ക് കിടക്കുന്ന ഹീറോയാണ് കാണിക്കുന്നത്. എന്നാൽ ഹീറോയോട് ആ അച്ഛൻ പറയുന്നത് ആക്സിഡന്റ് നടന്നപ്പോൾ അവൻ മാത്രമേ കാറിലുണ്ടായിരുന്നുള്ളൂ എന്നാണ്. പ്രിയ ഇല്ലായിരുന്നു എന്ന് പറയുന്നു. അത് കേട്ടവൻ ഞെട്ടുവാണ്. അന്നേരം അവനൊരു കാര്യം ഓർമ്മ വരുന്നു. ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ഹീറോയിൻ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അന്നേരം അവളുടെ കണ്ണിൽ പച്ച നിറമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയയുടെ ജീവൻ അപകടത്തിലാണെന്ന് അവന് തോന്നുവാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. അച്ഛനോട് വഴക്കിട്ട് പ്രിയയെ നോക്കി ഹീറോ കാർ എടുത്ത് അങ്ങോട്ട് പോകുന്നു. വീട്ടിലെത്തിയാൽ താലി അവിടെ ഒരിടത്ത് ഊരി വെച്ചിരിക്കുന്നത് അവന് കിട്ടുവാണ്. റൂമിൽ ഒരുപാട് മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിട്ട് എന്തോ ഒരു റിച്വൽ ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട്. അവിടെ നടുക്കായി അവൾ ഇരിക്കുന്നുമുണ്ട്. അവിടെ എത്തിയ ഹീറോ നീ എന്റെ പ്രിയയെ എന്തു ചെയ്തെന്ന് ചോദിക്കുന്ന നേരം പെട്ടെന്ന് ആ വെള്ളനാഗം അവളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അവൻ കാണുവാണ്. ആ നാഗം അവന് നേരെ ചെന്ന് അവനെ അവിടെ ഓടിക്കുവാണ്. അന്നേരം ആ അപകടത്തിൽ തന്നെ അവൻ മരിച്ചെന്നാണ് കരുതിയതെന്ന് പ്രിയയുടെ ദേഹത്തുള്ള ആ ആത്മാവ് പറയുവാണ്. അന്നേരം ആ നാഗം പറയുന്നത് മറ്റൊന്നാണ്. അവനെ തുടരുത്, നീയുള്ളത് മറ്റൊരു ശരീരത്തിലാണ്. അവനും അവളും കഴിഞ്ഞ 7 ജന്മത്തിലും ഭാര്യയും ഭർത്താവുമായിരുന്നു. അവരറിയാതെ തന്നെ ഈ ജന്മവും അവരൊന്നായിരിക്കുന്നു. അങ്ങനെയുള്ള 2 പേരിൽ ഒരാളെ നശിപ്പിക്കാൻ ശ്രമിക്കരുത്, അത് വിപരീത ഫലം നൽകുമെന്ന് ആ നാഗം ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ആ ആത്മാവ് പറയുന്നത് അവനെ കൊല്ലുമെന്ന് തന്നെയാണ്. എന്നാൽ പെട്ടെന്ന് ആ നാഗം വീണ്ടും പറയുന്നു, ഒരിക്കൽ അവളുടെ അമ്മയുടെ വയറ്റിൽ വെച്ച് അവളെ ഇല്ലാതാക്കാൻ നോക്കിയത് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ശ്രമവും വേണ്ടെന്ന് ഓർമ്മിപ്പിച്ച് ആ നാഗം അവിടുന്ന് പോകുവാണ്. നെക്സ്റ്റ് സീനിൽ ഹീറോ നേരെ ചെന്ന് ആ കണ്ണടക്കാരനെ കാണാനായിട്ട് എന്നും അയാളെ കാണാറുള്ള ആ കടയിലോട്ട് വന്നിരിക്കുവാണ്. കടയിൽ തിരക്കാന്നും പറഞ്ഞ് അവൻ അവിടുന്ന് പറഞ്ഞയക്കുന്നു. എന്നാൽ പുറത്തിറങ്ങി അവനാവട്ടെ അവിടെ തന്നെ നിൽക്കുവാണ്. അന്നേരം ഒരു പേപ്പർ എടുത്ത് അയാളുടെ പിക്ക് വരച്ച് അവിടെ ചായ കുടിച്ചുകൊണ്ടിരുന്ന ആ കടയിലെ സെക്യൂരിറ്റിക്ക് കാണിച്ചു കൊടുക്കുവാണ്. എന്നാൽ അയാളാവട്ടെ ആ പേപ്പർ ചുരുട്ടി എറിഞ്ഞ് അവനെ തള്ളി മാറ്റുവാണ് ചെയ്യുന്നത്. പ്രിയയെ ഓർത്തുകൊണ്ട് ഒരുപാട് വിഷമിച്ച് ആ നടുത്തെരുവിൽ അവൻ അങ്ങനെ നിൽക്കുന്ന നേരം അടുത്ത സീനിൽ പ്രിയയാണ് കാണിക്കുന്നത്. അവൾ നേരെ ടെറസിൽ ചെന്ന് ഈ ലോകത്തിന് ഞാൻ ആരാണെന്ന് നാളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആകാശത്തോട്ട് നോക്കിയതും ആകാശം ആകെ പിങ്ക് നിറമാവാൻ തുടങ്ങുന്നു. പക്ഷികൾ പേടിച്ച് പറക്കാൻ തുടങ്ങുന്നു. എന്താണ് നടക്കുന്നതെന്ന് അറിയാത്ത ജനങ്ങളാവട്ടെ ആകാശത്ത് നോക്കി അടക്കം പറയുന്നു. അന്നേരം അമ്മയുടെ ലോകത്തുള്ള ഹീറോയിൻ ആവട്ടെ അവിടെ കിടന്ന് പിടയാൻ തുടങ്ങുവാണ്. അതേപോലെ തന്നെ ഹീറോയും അവിടെ കിടന്ന് പിടയാൻ തുടങ്ങുന്നു. അതേസമയം ആ ആത്മാവിന്റെ അടുത്തേക്ക് അവിടെ കളിക്കാനായി കുറച്ച് പിള്ളേര് വന്നിട്ടുണ്ടായിരുന്നു. അവരവിടെ ചേച്ചി എന്തായി ടെറസിന്റെ മുകളിൽ ചെയ്യുന്നതെന്ന് ചോദിക്കുവാണ്.
പെട്ടെന്ന് ആ ആത്മാവ് ശാന്തമാകുകയും എല്ലാം തന്നെ നോർമലാവുകയും ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ബോൾ കളിക്കാന്ന് പറഞ്ഞ് ആ പിള്ളേരുടെ കൂടെ കളിക്കാനായിട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അതേസമയം അന്നേരത്തേക്ക് ഹീറോയുടെ അടുത്തേക്ക് ആ കണ്ണടക്കാരൻ വന്നിരുന്നു. അയാളെയും കൂട്ടി ഹീറോ നേരെ വീട്ടിലെത്തിയ പാടെ അയാൾ ചുറ്റും നടന്ന് നോക്കുവാണ്. അന്നേരം ഒരുപാട് പിങ്ക് നിറത്തിലുള്ള സാധനങ്ങൾ അടക്കി വെച്ചിരിക്കുന്നത് അയാൾ കാണുന്നുണ്ട്. അതിനകത്ത് നിന്ന് ഒരു ചെഗ് എടുത്ത് അയാൾ താഴെയിട്ട പാടെ അത് വീണ് പൊട്ടുന്നു. അതിനുശേഷം അയാൾ ഒരു കപ്പെടുത്ത് താഴെ ഇടുമ്പോ അത് പൊട്ടുന്നില്ല, പകരം അതങ്ങനെ വായുവിൽ തന്നെ നിൽക്കുവാണ്. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ലൈറ്റ്സ് എല്ലാം പിങ്ക് നിറത്തിൽ ബ്ലിങ്ക് ആവാൻ തുടങ്ങുവാണ്. അവിടെ ഒരു ചെയറിൽ കറുത്ത ഡ്രസ് ഇട്ട് പ്രിയ ഇരിക്കുന്നുണ്ടായിരുന്നു. കണ്ണടക്കാരൻ അവൾക്ക് മുമ്പിലിരുന്ന് നീ ആരാണെന്ന് ചോദിക്കുവാണ്. അന്നേരം കണ്ണാടി ഊരി മാറ്റുന്ന അവനോട് അവൾ ആജ്ഞാപിക്കുന്നു. അവൾ അവന്റെ കൈ പിടിച്ച നേരം പെട്ടെന്ന് അവന് ഹാർട്ട് വേദനിക്കാൻ തുടങ്ങുന്നു. അപ്പോഴും അവൾ കണ്ണട മാറ്റാനാണ് പറയുന്നത്. അത് കേട്ടവൻ ആ കണ്ണാടി ഊരുന്നതും അവളുടെ കാൽവിരൽ അവന്റെ നെറ്റിയിൽ വെക്കുന്നതും അവൾ ആരാണെന്ന ആ വലിയ സത്യം അവൻ തിരിച്ചറിയുവാണ്. അത് നമുക്ക് മുമ്പിൽ കാണിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യ സീനിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെയും പറയുന്നത്. ദൈവം ആദ്യം ആദിത്യ ഉണ്ടാക്കി, പിന്നെ ഉണ്ടാക്കിയ ആദ്യത്തെ സ്ത്രീയാണ് ലളിത്. രണ്ടുപേരും തുടക്കത്തിൽ സന്തോഷത്തിലാണ് ജീവിച്ചത്. എന്നാൽ ലളിതിന് മാത്രം പ്രത്യേകതരം ജീവിത രീതിയും ആഗ്രഹങ്ങളുമായിരുന്നു. പിങ്ക് നിറത്തോട് അവൾക്ക് വല്ലാത്ത ആകർഷണമായിരുന്നു. സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച അവള് ആദ്യം ചെയ്യാൻ പറഞ്ഞ ജോലികളൊന്നും ചെയ്തില്ല. അവിടെ തുടങ്ങി രണ്ടാളും തമ്മിൽ വഴക്കായി. ദൈവം രണ്ടാളെയും ഒരുപോലെ ഉണ്ടാക്കിയതല്ലേ, പിന്നെ എന്തിന് നീ പറഞ്ഞതനുസരിക്കണമെന്ന് അവൾ വാദിച്ചു. ആ വഴക്കിന് അവസാനം രണ്ടുപേരും ക്രൂരമായി പരസ്പരം ഏറ്റുമുട്ടി. ഇതറിഞ്ഞ ദൈവം രണ്ടാളെയും അനുനയിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ലളിത് ദൈവത്തെയും എതിർത്തു. അതുകൊണ്ട് തന്നെ ദൈവം അവളെ ശപിച്ചു. തന്റെ കൽപ്പനകൾ ലംഘിച്ചാൽ നിനക്ക് വരും ജന്മത്തിലുണ്ടാകുന്ന കുട്ടികളെല്ലാം മരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അത് വകവയ്ക്കാതെ അവൾ എല്ലാം ഉപേക്ഷിച്ച് ജീവിക്കാൻ തുടങ്ങി. അന്നേരം ആദത്തിന് വേണ്ടി അവന്റെ എല്ലെടുത്ത് ഒരു പെണ്ണിനെ ദൈവം ഉണ്ടാക്കി. അവളായിരുന്നു ഹവ്വ. എന്നാൽ ആ സമയം ലളിത സാത്താനുമായി ഒരുമിച്ചു. അവൾ ഗർഭിണിയായി. എന്നാൽ അന്നു തൊട്ട് പിന്നീട് എപ്പോഴും അവൾ ജന്മം നൽകിയ കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിന്റെ ശാപം പോലെ തന്നെ. അവസാനം അമ്മയാവാതെ തന്നെ അവൾ മരിച്ചുപോയി. എന്നാൽ കണ്ണടക്കാരൻ ഇക്കാര്യമെല്ലാം ചർച്ചിലെ ഫാദേഴ്സിനോട് പറയുമ്പോൾ അവരൊക്കെ ദേഷ്യപ്പെടുവാണ്. ഐതിഹ്യങ്ങളെ മാറ്റിയെന്നും ദൈവത്തെ കുറ്റപ്പെടുത്തുവാണോ എന്നെല്ലാം പറഞ്ഞ് മാറി മാറി അവനെ ക്രൂശിക്കുന്നു. ആ ലളിത പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്ന് അവര് ആശങ്കപ്പെടുവാണ്. എന്നാൽ അതിലൊരച്ഛൻ അയാളും ഏതൊക്കെയോ ഇടങ്ങളിൽ ദൈവത്തിന്റെ ആദ്യ സ്ത്രീ സൃഷ്ടി അവളാണെന്ന് കേട്ടതായി ഓർത്തെടുക്കുന്നു. അപ്പോഴാണ് ആ കണ്ണടക്കാരൻ പറയുന്നത്, അവൾ ഓരോ മനുഷ്യരുടെയും സന്തോഷങ്ങൾ തകർത്താണ് ദൈവത്തോട് പക തീർക്കുന്നത്. അതിനായി ഗർഭിണിയായ സ്ത്രീകളെ തിരഞ്ഞെടുത്ത് അവരെ ഉപദ്രവിച്ച് ഒറ്റപ്പെടുത്തി അവസാനം അവരുടെ ശരീരത്തിൽ തന്നെ കയറി അവരുടെ വയറ്റിലെ കുഞ്ഞുങ്ങളെ കൊന്നോണ്ടിരുന്നു. അങ്ങനെ വളരെ ക്രൂരമായി മരിക്കുന്ന ആ അമ്മമാർ മുൻപ് നടന്ന ഒരു കാര്യവും ഓർമ്മയില്ലാതെ കണ്ണ് വെള്ളയായി മറ്റൊരു ലോകത്തെത്തും. അവസാനം അവിടെ തന്നെ ജീവിക്കും. പ്രിയ അങ്ങോട്ടാണ് ഇടയ്ക്കിടെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ഓർമ്മയുമില്ലാതെ അവൾ അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ആ ലോകം സ്വപ്നമാണെന്ന് നമുക്ക് തോന്നും, നമ്മളെ അത് തോന്നിപ്പിക്കുകയും ചെയ്യും. പക്ഷെ അത് റിയലാണ്. പ്രിയ ഇന്ന് അവിടെയാണുള്ളത്. അവളുടെ അമ്മയ്ക്കും ഇത് തന്നെയാണ് നടന്നത്. എന്നാൽ പ്രിയ ലളിതിന്റെ ശക്തി മറികടന്ന് ജനിച്ചു വീണു. ഇന്ന് ലളിത് പ്രിയയുടെ ശരീരത്തിനകത്താണുള്ളത്. പ്രിയയുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനാണ് ഇനി ലളിത് ശ്രമിക്കുക എന്ന് ആ കണ്ണടക്കാരൻ പറയുവാണ്. എന്നാൽ അത് കേട്ട ഹീറോ ഒന്ന് ഞെട്ടുന്നു. പ്രിയയ്ക്ക് ഒരിക്കലും പ്രഗ്നന്റ് ആവാൻ കഴിയില്ല, അവൾ ഒരിക്കലും അമ്മയാവില്ല എന്ന് ഹീറോ അവരോട് പറയുവാണ്. പിന്നെ ലളിത് എന്തിനായിരിക്കും പ്രിയയുടെ ശരീരം തിരഞ്ഞെടുത്തത്? അന്നേരം കണ്ണടക്കാരൻ പറഞ്ഞ് ഒരു സ്പെഷ്യൽ ടീം തന്നെ ലളിതിനെ ഇല്ലാതാക്കാനായി വരുന്നുണ്ട്. അന്ന് രാത്രിയായി. ചർച്ചിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാണ് ഹീറോ. അന്നേരമാണ് കണ്ണടക്കാരൻ ആ ഫാദറിനോടൊരു കാര്യം പറയുന്നത്. ലളിത് പ്രിയയുടെ ശരീരം വിട്ടു പോയാൽ തന്നെയും ആ ശരീരം ഇനി ജീവനോടെ ഉണ്ടാകില്ല. എന്നാൽ അക്കാര്യം ഒരിക്കലും ഹീറോ അറിയണ്ടെന്ന് പറയുന്നു. എന്നാൽ പ്രാർത്ഥിച്ചു വന്ന ഹീറോയ്ക്ക് അവളെ രക്ഷിക്കാൻ പറ്റുമെന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നു. അന്ന് രാത്രി ഒരുപാട് ആളുകൾ ദുരൂഹമായി മരിച്ചു കിടക്കുവാണ്. അതിൽ പോലീസ് വരെയുണ്ട്. അന്നേരം അതെല്ലാം കണ്ടുകൊണ്ട് കണ്ണടക്കാരനും ഹീറോയും ആ സ്പെഷ്യൽ ടീമിനെയും കൂട്ടി ആ ടെറസിലോട്ട് പോകുവാണ്. പോകുന്ന വഴിയിലുടനീളം എല്ലാവരും മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. വന്ന അച്ഛന്മാർ ചടങ്ങ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നു. അന്നേരം ഒരുത്തൻ അവിടേക്ക് പേടിയോടെ ഓടി വരുവാണ്. എന്നാൽ ഇവർക്ക് മുൻപിലെത്തിയതും കഴുത്ത് തിരിഞ്ഞൊടിഞ്ഞ് അവൻ മരിച്ചു വീഴുന്നു. പുറകിലായി ലളിത് നിൽക്കുന്നു. എന്നാൽ അവർ വരച്ച മാന്ത്രിക വലയം കടന്ന് പുറത്തു വരാൻ അവൾക്കായില്ല. അച്ഛന്മാർ പ്രേയേഴ്സ് ചൊല്ലാൻ തുടങ്ങുന്നു. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ അവൾ തന്റെ ശക്തി കൊണ്ട് ആ അച്ഛന്മാരെ തന്നെ കൊടൂരമായി കൊല്ലാൻ തുടങ്ങുവാണ്. നിങ്ങളുടെ ദൈവത്തിന് മുന്നേ ജനിച്ചവളാണ് ഞാനെന്നും പറഞ്ഞ് എല്ലാം കണ്ട് ഹീറോ ആകെ തകർന്നു പോകുവാണ്. അപ്പോഴാണ് കണ്ണടക്കാരൻ ഹീറോയോട് പറയുന്നത്,
പ്രിയ അന്നേ മരിച്ചിരിക്കുന്നു, അവൾ പോയ ആ ലോകത്തു നിന്നും അവളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ലെന്ന്. രക്ഷപ്പെടാനെന്നും പറഞ്ഞ് ഹീറോയെ കൂട്ടി അവൻ ടെറസിലോട്ട് ഓടുന്നു. എന്നാൽ ലളിത അങ്ങോട്ട് വരുന്നുണ്ട്. അതേസമയം കന്നഡക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്: പ്രിയയുടെ ശരീരം ഇല്ലാതാക്കിയാൽ മാത്രമേ ഇനി ലളിതിനെ കൺട്രോൾ ആക്കാൻ പറ്റൂ. എന്നാൽ ഹീറോ ആകെ അപ്സെറ്റ് ആകുന്നു. നിന്നെ നേരത്തെ കൊല്ലേണ്ടതായിരുന്നെന്ന് കന്നഡക്കാരനോട് ആ ലളിത പറയുന്ന നേരം അവൾക്ക് മുമ്പിലേക്ക് ഹീറോ വരുവാണ്. ഈ ശരീരം വിടൂ, എൻ്റെ പ്രിയയുടെ ശരീരത്തിലിരുന്ന് നീ ഇങ്ങനെയൊന്നും ചെയ്യലെന്ന് അവൻ പറയുവാണ്. എന്നാൽ ലളിതാവട്ടെ, അന്നേ ഞാൻ നിന്നെ കൊല്ലേണ്ടതായിരുന്നു, എന്നാൽ ആ നാഗമെന്നെ തടഞ്ഞു. ഇന്നെൻ്റെ കൈ കൊണ്ട് തന്നെയായിരിക്കും നിന്റെ അന്ത്യം എന്നും പറഞ്ഞ് ഹീറോയുടെ കഴുത്ത് അവൾ പിടിക്കുവാണ്. എന്നാൽ പെട്ടെന്ന് ആ മറുലോകത്തിരുന്ന ഹീറോയിന് അത് ഫീൽ ആകാൻ തുടങ്ങുന്നു. അവൾ ഞെട്ടി എഴുന്നേൽക്കുന്നു. അന്നേരം ആ നാഗം പറഞ്ഞത് വീണ്ടും കേൾക്കുവാണ്: അവനെ തുടരുത്. അവിടെയാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഒരിക്കൽ ഹീറോ പ്രിയയോട് പറഞ്ഞ ആ ഡയലോഗ് തന്നെ. ഒരിക്കൽ മഴ വരുന്നതിന് മുൻപ് ആഞ്ഞടിച്ച ആ കാറ്റിൽ എന്തോന്ന് ദേഹത്ത് വീണപാടെ ഞാൻ നിന്നെ കണ്ടു. ഒരു നിമിഷം ഫ്രീസായി പോയി. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. നിനക്കും അങ്ങനെ തോന്നിയിരിക്കുമോ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അന്നേരമാണ് ഹീറോയിൻ്റെ പെർസ്പെക്റ്റീവിൽ കാണിക്കുന്നത്. അവളെ നേരം അവളുടെ മനസ്സിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: 1000 ജന്മങ്ങൾ ഒന്നായി ജീവിക്കാൻ നിന്നെയാണ് ഞാൻ കണ്ടത് ബാല എന്ന്. അതായത് 1000 ജന്മങ്ങൾ വരെ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്ന അവരെ തൊടാൻ ഒരു ശക്തിക്കും ആവില്ല എന്നാണ്. ഇതൊക്കെ കാണിക്കുന്ന ആ നിമിഷം തന്നെ ഹീറോയിൻ്റെ ആത്മാവ് ആ ലോകത്തു നിന്നും പുറത്തോട്ട് പോകുവാണ്. ആ നിമിഷം അവളുടെ അമ്മയ്ക്ക് പോലും അവളെ തടയാനായിട്ട് പറ്റുന്നില്ല. അവിടെ നിന്ന് കടന്ന പാടെ അവളുടെ കണ്ണുകൾ നോർമലായി മാറുന്നു. ആ ആത്മാവ് സ്വന്തം ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു വരുവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹീറോയുടെ കഴുത്തിൽ വെച്ച ആ കൈകൾ അയയുവാണ്. അവളുടെ കണ്ണിൽ നിന്നും കണ്ണീര് വരാൻ തുടങ്ങുന്നു. ആ നിമിഷം ലളിതിന്റെ ആത്മാവ് ആ ശരീരം വിട്ടു മാറുന്നു. അന്നേരം പ്രിയ ഓടിച്ചെന്ന് ഹീറോയെ ഹഗ് ചെയ്യുന്ന നേരം എല്ലാം കണ്ടുനിന്ന ലളിത് ക്രൂരയായ ആത്മാവായി തന്റെ ശക്തികൾ ചേർത്ത് ഹീറോയ്ക്ക് നേരെ പ്രയോഗിക്കുവാണ്. എന്നാൽ ഹീറോ തന്റെ കൈകൾ ലളിതിനു നേരെ പിടിച്ചതും ആ സെക്കൻഡിൽ ലോകം തന്നെ ഫ്രീസ് ആകുവാണ്. അതെല്ലാം കണ്ട് കന്നഡക്കാരൻ ചുറ്റി നോക്കുന്നു. അപ്പോഴത് ആകാശത്ത് ഒരു വലിയ തീഗോളം പറന്ന് അവർക്ക് മുമ്പിൽ എത്തുവാണ്. അതായിരുന്നു ദൈവം. അതിന്റെ തീക്ഷ്ണമായ ജ്വാലയിൽ തട്ടി ലളിതിന്റെ ആത്മാവ് ഇല്ലാതാകുന്നു. അന്നേരം തന്നെ ഹീറോയ്ക്ക് ഒരു ഇല്യൂഷൻ തോന്നുന്നുണ്ട്. അവൻ കണ്ണടച്ചൊരിടത്ത് കിടക്കുന്നതും മുകളിലേക്ക് പറന്നുയരുന്നതും ആരോ അവന്റെ ചെവിയിൽ എന്തോ പറയുന്നതും അതുപോലെയെല്ലാം. അന്നേരം പെട്ടെന്ന് ഹീറോയിൻ അവളുടെ വയറ്റിൽ തൊട്ട് അവിടെ താഴെ വീഴുവാണ്. തല കറങ്ങുന്നുണ്ടെന്ന് അവൾ പറയുന്നു. അത് കാണുന്ന കന്നഡക്കാരൻ ഹീറോയിന്റെ വയറ്റിലോട്ട് തന്നെയാണ് നോക്കുന്നത്. അന്നേരം നേരത്തെ അയാൾക്ക് മാത്രം കാണാൻ പറ്റിയ തീഗോളം അവളുടെ വയറ്റിലുള്ളതായി അകക്കണ്ണുകൊണ്ട് അവൻ കാണുന്നു. എന്നിട്ട് പറയുവാണ്: നിങ്ങൾ പ്രഗ്നന്റ് ആണെന്ന്. അത് വിശ്വസിക്കാൻ അവൾക്ക് സാധിക്കുന്നതേയില്ല. അതൊരിക്കലും നടക്കില്ല എന്ന് പ്രിയ പറയുമ്പോൾ ഹീറോ പറയുവാണ്: ഞാൻ കുറച്ചു മുന്നേ ഒരു വെളിച്ചം കണ്ടു. അതെന്റെ കാതിൽ പറഞ്ഞത് ഒന്നു മാത്രമാണ്: എന്റെ മകനെയും നിന്നെ പോലെ തന്നെ വളർത്തണമെന്ന്. അത് കേൾക്കുന്ന ആ കന്നഡക്കാരൻ പറയുവാണ്: ദൈവത്തിന്റെ കുഞ്ഞാണ് പ്രിയയുടെ വയറ്റിൽ വളരുന്നത്. ഈ ലോകത്തിന്റെ മാറ്റത്തിനാണ് ആ കുഞ്ഞ് പിറക്കാൻ പോകുന്നത്. അതിനെ ഇല്ലാതാക്കാനാണ് ലളിത് വന്നതും. ദൈവം ആ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് തിരഞ്ഞെടുത്തത് നിങ്ങളെയാണെന്ന്. അന്നേരം ഹീറോയും ഹീറോയിനും ഒരുപാട് ഹാപ്പിയാകുന്നു. ഒരുപക്ഷെ ഇതെല്ലാം ദൈവനിയോഗമായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ എവിടെയോ ഇരിക്കുന്ന കന്നഡക്കാരനും ഇവരും ഒരുമിച്ചതും ഇങ്ങനെയെല്ലാം നടന്നതും. അതേസമയം തന്നെ ആ സീൻ ഷിഫ്റ്റ് ചെയ്യുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ആ വെള്ള നാഗത്തെ കാണിച്ചുകൊണ്ടാണ്. അതൊരു ഭാഗത്ത് അങ്ങനെ മറഞ്ഞു നിൽക്കുന്നതും പെട്ടെന്ന് തന്നെ അതൊരു മനുഷ്യ രൂപത്തിലാകുന്നതും കാണിക്കുന്നു. അതായത് ഇനിയും ആ കുഞ്ഞിനെയും ഫോളോ ചെയ്ത് ദുഷ്ടാത്മാക്കൾ വരുമെന്ന് സിംബോളിക്കായി പറഞ്ഞ് സെക്കൻഡ് പാർട്ടിനൊരു ലീഡും കൊടുത്ത് ഒരു നല്ല മൂവി അവിടെ ഉണ്ടാകുവാണ്.